നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ സംസ്ഥാനത്ത് മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവരെ കണ്ടെത്താൻ സർവേ തുടങ്ങി. നിലവിലെ സംവരണ രീതികളിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. ആരുടെയും അവകാശങ്ങൾ അട്ടിമറിക്കില്ല. സംവരണേതര വിഭാഗത്തിലെ ഒരു കൂട്ടം പേർ പരമദരിദ്രരെന്നും പിണറായി വിജയൻ. സർവേ അശാസ്ത്രീയമെന്നും സഹകരിക്കില്ലെന്നും NSS. സെൻസസ് മാതൃകയിൽ സർവേ നടത്തണമെന്നും ആവശ്യം. ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമിന്ന്. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തും. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്ന് ബസ് ഉടമകൾ. സ്കൂളുകൾ തുറന്ന ശേഷമുള്ള കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം. സിനിമാ തിയേറ്ററുകളിൽ കൂടുതൽ ആളുകളെ അനുവദിച്ചേക്കും. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ 1 മീറ്റർ ഉയർത്തി. പുറത്തേക്കൊഴുക്കുന്നത് സെക്കൻഡിൽ 100 ഘനയടി വെള്ളം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 141.05 അടിയായി ഉയർന്നു. കൂടുതൽ ജലം പുറത്തേക്കൊഴുക്കും. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് പുതുക്കി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് നീക്കി. തീർത്ഥാടകരെ നിയന്ത്രണങ്ങളുടെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടു തുടങ്ങി. ഭക്തരെ അനുവദിച്ചത് കാലാവസ്ഥ അനുകൂലമായതോടെ. പമ്പ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. പമ്പാ നദിയിൽ ഇറങ്ങരുതെന്ന് തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ്. സംസ്ഥാന ഫയർഫോഴ്സിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടു പകച്ചു നിന്ന ഘട്ടത്തിൽ ജീവൻ പോലും ബലിയർപ്പിച്ച് ഫയർഫോഴ്സ് സേന പ്രവർത്തിച്ചെന്ന് മുഖ്യമന്ത്രി. അടിയന്തര സാഹചര്യം നേരിടാൻ ഫയർഫോഴ്സ് സേനയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളപ്പൊക്കക്കെടുതിയിൽ വലഞ്ഞ് ആന്ധ്രാപ്രദേശ്. മഴക്കെടുതിയിൽ മരിച്ചത് 21 പേർ. 499.98 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് സർക്കാരിന്റെ പ്രാഥമിക കണക്ക്. 1544 വീടുകൾ പ്രളയത്തിൽ തകർന്നു. 230 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 22,593 പേർ. ആന്ധ്രയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി. തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട കനത്ത മഴ. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം തിങ്കളാഴ്ച തമിഴ്നാട്ടിലെത്തും. പേരൂർക്കട ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതിക്ക് കുടുംബ കോടതിയുടെ വിമർശനം. ദത്ത് നടപടികൾക്കുള്ള ലൈസൻസ് ശിശുക്ഷേമ സമിതി ഹാജരാക്കിയില്ല. സർക്കാർ അന്വേഷണം തൃപ്തികരമെന്ന് കോടതി. അനുപമയുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ ഹൈദരാബാദിലേക്ക്. 3 പോലീസ് ഉദ്യോഗസ്ഥരും ശിശുക്ഷേമ സമിതി പ്രതിനിധിയും സംഘത്തിൽ. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സജിത്തിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് FIR. പ്രതികൾക്ക് സഞ്ജിത്തിനോട് രാഷ്ട്രീയ വിരോധം. FIRന്റെ പകർപ്പ് 24-ന്. അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. NIA അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണും. ഈ മാസം 25-ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP. ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ ഉറപ്പ് ലഭിക്കാതെ കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്ന് സംഘടനകൾ. സംയുക്ത കിസാൻ മോർച്ച നാളെ യോഗം ചേരും. നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബിൽ കേന്ദ്രമന്ത്രിസഭാ യോഗം അടുത്തയാഴ്ച പരിഗണിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് കർഷക സംഘടനകളുടെ യോഗം വിളിക്കും. പാകിസ്ഥാന് ശക്തമായ താക്കീതുമായി ഇന്ത്യ. രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തിയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിൽ സേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ സൈന്യം വധിച്ചു. LJDയുടെ നിർണായക സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. സംഘടനാ കാര്യങ്ങൾ ചർച്ചയാക്കുമെന്ന് MV ശ്രേയാംസ് കുമാർ. ഷെയ്ഖ് പി ഹാരിസിനും V സുരേന്ദ്രൻ പിള്ളയ്ക്കുമെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. MV ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച വിമതർ. തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഉടൻ നടപടിയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. അന്തിമ തീരുമാനം പ്രവർത്തക സമിതി യോഗത്തിലെന്നും PMA സലാം. ഇടതുപക്ഷം നവീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. ബംഗാളിലെയും ത്രിപുരയിലെയും CPIMന്റെ തകർച്ച കാണാതിരിക്കാനാകില്ല. പാർട്ടി ഭരിക്കുന്ന സൊസൈറ്റികളിൽ അപമാനകരമായ സ്ഥിതി ഉണ്ടായെന്നും അതെല്ലാം പരിശോധിക്കുമെന്നും മന്ത്രി MV ഗോവിന്ദൻ. പാർട്ടി നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ.
നിയോജകമണ്ഡലം കമ്മിറ്റികൾ രണ്ടായി വിഭജിക്കും. സംസ്ഥാനത്താകെ 280 മണ്ഡലം കമ്മിറ്റികൾ. ഭാരവാഹികളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ തകർന്ന റോഡുകളിലൂടെയുള്ള 24 വാർത്താ സഞ്ചാരം തുടരുന്നു. തിരുവനന്തപുരം കളിയിക്കാവിള റോഡ് പലയിടത്തും പൊളിഞ്ഞിളകി. ഗതാഗതം ദുഷ്കരമെന്ന് യാത്രക്കാർ. കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച കൊല്ലത്തെ മണിച്ചിത്തോട് റോഡ് പുനർനിർമ്മിച്ചില്ല. തകർന്ന റോഡുകളിൽ അപകടങ്ങളും തുടർക്കഥ. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിനെതിരെ മാർപ്പാപ്പയുടെ ഇടപെടലിന് നീക്കം. മെത്രാപ്പൊലീത്തൻ വികാരി മാർ ആന്റണി കരിയിൽ വത്തിക്കാനിലെത്തി. അതിരൂപതാ സംരക്ഷണ സമിതി യോഗം നാളെ. തുടർ പ്രതിഷേധങ്ങൾ തീരുമാനിക്കും. മാർ ആന്റണി കരിയലിനെ സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഭാഗം രംഗത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ. മെഡിക്കൽ കോളേജിലേക്ക് BJP കോൺഗ്രസ് മാർച്ച്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട DYFA പ്രവർത്തകരെ സുരക്ഷാ ജീവനക്കാരാക്കിയെന്ന് BJP. മോഡലുകളുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ DJ പാർട്ടികൾ നിരീക്ഷിക്കുമെന്ന് ജില്ലാ എക്സൈസ് മേധാവി. നമ്പർ 18 ഹോട്ടലിൽ വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ആവശ്യമെങ്കിൽ ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെ ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് മേധാവി. കേസിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുന്നു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കൊടകര കള്ളപ്പണ കവർച്ചാ കേസിലെ പ്രതി എഡ്വിൻ. കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്നതായി മൊഴി. അമിതമായി ഉറക്കഗുളിക കഴിച്ച നിലയിൽ എഡ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ. പെരിന്തൽമണ്ണ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ MA നൌഷാദിനെതിരെ ജാതി അധിക്ഷേപത്തിന് കേസ്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അസഭ്യം പറയുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് പരാതി. നല്ലളം പോലീസിന്റെ നടപടി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ബാബുരാജൻ പാറമൽ നൽകിയ പരാതി. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന സംഭവങ്ങളിൽ കേന്ദ്ര സഹായം തേടി സംസ്ഥാന സർക്കാർ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുമെന്ന് വനം മന്ത്രി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച. ആലപ്പുഴ കടപ്പുറത്തെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ പരിശോധന. ഗോഡൌണിലെ അരി കുതിർന്ന നിലയിൽ. എല്ലാ ഗോഡൌണുകളും പരിശോധിക്കുമെന്ന് സപ്ലൈകോ GM. സൗജന്യ ഭക്ഷ്യക്കിറ്റ് നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കോവിഡ് സാഹചര്യം മാറി. ദുരിതകാലങ്ങളിൽ ഇനിയും കിറ്റുകൾ നൽകും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കോഴിക്കോട് കിനാലൂരിൽ എയിംസിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. KSIDCയുടെ 140 ഏക്കർ ഭൂമി DMEയുടെ പേരിൽ ഏറ്റെടുക്കും. അവശേഷിക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കുമെന്നും മന്ത്രി. KK രാഗേഷിന്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് BJP. നിയമനം നൽകിയത് മതിയായ യോഗ്യതയില്ലാതെ എന്ന ആരോപണം. കേരളത്തിലെ സർവകലാശാലകളിൽ CPM നേതാക്കളുടെ ഭാര്യമാർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. രാജ്യത്ത് 10,302 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ റിപ്പോർട്ട് ചെയ്തത് 267 മരണം. 1,24,000 പേർ ചികിത്സയിൽ. ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് സ്ക്രീനിംഗ് കമ്മിറ്റിയെ നിയമിച്ച് കോൺഗ്രസ്. ഗോവ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഹൈബി ഈഡനും ഗോവ കമ്മിറ്റി അധ്യക്ഷ രജനി പാട്ടീൽ. മണിപ്പൂരിൽ ജയറാം രമേശിനും ഉത്തരാഖണ്ഡിൽ അവിനാഷ് പാണ്ഡേയ്ക്കും ചുമതല. 52ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടന ചടങ്ങുകൾ രാത്രി 7-ന് ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ. 73 രാജ്യങ്ങളിൽ നിന്ന് 148 ചിത്രങ്ങൾ പ്രദർശനത്തിന്. കോവിഡ് പശ്ചാത്തലത്തിൽ മേള സംഘടിപ്പിക്കുന്നത് ഹൈബ്രിഡായി. വയോധികയെ മർദ്ദിച്ച കൊല്ലത്തെ അർപ്പിത സ്നേഹാലയത്തിൽ വനിതാ കമ്മീഷനെത്തി തെളിവെടുപ്പ് നടത്തി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കമ്മീഷൻ അംഗം MS താരയുടെ കണ്ടെത്തൽ. നോക്കാം ദേശീയ വാർത്തകൾ. രാജസ്ഥാൻ മന്ത്രിസഭ പുനഃസംഘടന നാളെ. പുതിയ മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് 4 മണിക്ക് ഗവർണറുടെ വസതിയിൽ. തമിഴ്നാട്ടിൽ പീഡനത്തെ തുടർന്ന് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. കരൂർ ജില്ലയിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇന്നലെ രാത്രി. പീഡിപ്പിച്ചതാരെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ആത്മഹത്യാ കുറിപ്പ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കോൺഗ്രസ് നടത്തുന്നത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് BJP.
ജാർഖണ്ഡിൽ റെയിൽവേ ട്രാക്കിൽ സ്ഫോടനമുണ്ടായത് IED ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. ലോട്ടയ്ക്കും സോനുവയ്ക്കുമിടയിൽ സ്ഫോടനമുണ്ടായത് പുലർച്ചെ. ട്രാക്കിലെ വിള്ളൽ പരിഹരിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച ശുചിത്വ സംസ്ഥാനം ഛത്തീസ്ഗഡ്. മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് ഏറ്റുവാങ്ങി. വൃത്തിയുള്ള നഗരത്തിലുള്ള സ്വച്ഛ് സർവേഷൻ പുരസ്കാരം തുടർച്ചയായ 5ാം തവണയും ഇൻഡോറിന്. 2ാം സ്ഥാനം സൂററ്റിനും 3ാം സ്ഥാനം വിജയവാഡയ്ക്കും. രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2023-24 വിമാനത്താവളങ്ങളുടെ എണ്ണം 200-ലധികമാക്കാൻ പദ്ധതി. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും സഹകരണത്തിൽ ഓരോ ജില്ലയിലും ഒരു ഹെലിപോർട്ട് സ്ഥാപിക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നതായും കേന്ദ്രമന്ത്രി. മിനിമം താങ്ങുവിലയ്ക്കായി നിയമം കൊണ്ടുവരണമെന്ന് വരുൺ ഗാന്ധി MP. ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. മറ്റു വിഷയങ്ങൾ കൂടി പരിഹരിച്ചാലേ സമരം അവസാനിപ്പിച്ച് കർഷകർക്ക് വീട്ടിൽ പോകാൻ കഴിയൂവെന്നും വരുൺ ഗാന്ധി. അസമിലെ ഗുവാഹത്തിയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് ഉച്ചയ്ക്ക് 1 മണിയോടെ. ഒഡീഷയിലെ കോരാപുട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 5 കിലോ IED ആണ് പിടികൂടിയതെന്ന് സുരക്ഷാ സേന. പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കി. ദക്ഷിണ കന്നഡയിൽ കള്ളനോട്ടുകൾ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. 2 കോടി രൂപയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തെന്ന് കർണാടക പോലീസ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മിഷൻ പഞ്ചാബ് പര്യടനം നീട്ടിവെച്ച് ആം ആദ്മി പാർട്ടി. തീരുമാനം AAP പ്രവർത്തകർ കർഷകർക്കൊപ്പമുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനാൽ യാത്ര തിങ്കളാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചതായി ആം ആദ്മി വക്താവ്. അന്താരാഷ്ട്ര വാർത്തകൾ. കുട്ടികളിലെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനുള്ള മരുന്നിന് അംഗീകാരം നൽകി അമേരിക്ക. മരുന്ന് വികസിപ്പിച്ചത് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോമറിൻ. കുട്ടികളുടെ അസ്ഥി വികാസനത്തിന് മരുന്ന് ഫലപ്രദമെന്ന് നിർമ്മാതാക്കൾ. ഭക്ഷ്യക്ഷാമം നേരിടുന്ന സുഡാന് സഹായവുമായി ഐക്യരാഷ്ട്രസഭ. രാജ്യത്ത് ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി വേൾഡ് ഫുഡ് പ്രോഗ്രാം പദ്ധതി നടപ്പിലാക്കി. പദ്ധതിയുമായി സഹകരിക്കാൻ താൽപര്യമുള്ള സംരംഭകർക്ക് സ്വാഗതമെന്നും ഐക്യരാഷ്ട്രസഭ. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസ് സംവിധാനത്തെ നിയോഗിച്ച് ടാൻസാനിയൻ പ്രസിഡന്റ് ഹുസൈൻ അലി. സുരക്ഷാ സംവിധാനം രൂപീകരിച്ചത് 150ഓളം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. ദ്വീപുകളിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും ടാൻസാനിയൻ പ്രസിഡന്റ്. തെക്കൻ മെക്സിക്കോയിൽ പുതിയ കോൺസുലേറ്റ് തുറന്ന് ഹെയ്തി. നടപടി മെക്സിക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ കോൺസുലേറ്റ് തുറന്നത് മെക്സിക്കൻ ഗവൺമെന്റും ഹെയ്തിയും തമ്മിലുണ്ടായ ചർച്ചകൾക്കൊടുവിൽ. ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡിഗ്രോ ഡുറ്റർട്ടിനെതിരെയുള്ള അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. തീരുമാനം മലിനിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചത് മയക്കുമരുന്നിന് എതിരായ ഇടപെടലുകളിൽ അവകാശ ലംഘനം നടന്നെന്ന പരാതിയിലെ അന്വേഷണം. രാജ്യത്ത് ടിക്ടോക്ക് ആപ്പ് പുനഃസ്ഥാപിച്ച് പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി. തീരുമാനം നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാനാകുമെന്ന ടിക്ടോക്ക് മാനേജ്മെന്റിന്റെ ഉറപ്പിനെ തുടർന്ന് ഈ വർഷം ജൂലൈ 20-നാണ് പാകിസ്ഥാൻ ടിക്ടോക്ക് നിരോധിച്ചത്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനം സിയോളിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്നു. വിഷലിപ്തമായ കണങ്ങളുടെ അളവ് നിയന്ത്രണാതീതമായതായി റിപ്പോർട്ടുകൾ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. US ക്യാപിറ്റോളിലെ പരമ്പരാഗത ക്രിസ്മസ് ആഘോഷത്തിന് ഭീമൻ ക്രിസ്മസ് ട്രീ എത്തിച്ചു. 84 അടിയുള്ള മരമെത്തിച്ചത് കാലിഫോർണിയയിൽ നിന്ന്. 1964 മുതൽ മുടങ്ങാതെ നടന്നുവരുന്ന ചടങ്ങാണിത്. 50 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ച് ജോർജിയയിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രസിഡന്റുമായ മിഖേൽ സകാഷ്വി. സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് പിന്മാറ്റം. ഈ വർഷം കാലിഫോർണിയയിലെ വനങ്ങളിലുണ്ടായ കാട്ടുതീയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട ആയിരക്കണക്കിന് സെക്വോയ മരങ്ങൾ നശിച്ചെന്ന് കണക്കുകൾ. 4 അടി വ്യാസമുള്ള 3600 മരങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചെന്ന് കിങ്സ് കാനോൺ നാഷണൽ പാർക്ക് സൂപ്രണ്ട് ക്ലേ ജോർദാൻ. പ്രാദേശിക വാർത്തകൾ. സാർവദേശീയ ശിശുദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ്, ജോൺ ബ്രിട്ടാസ്, KV മനോജ് കുമാർ, ഡോക്ടർ K അരുൺകുമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു.
ഉദ്ഘാടനം കഴിഞ്ഞ് 9 മാസത്തിന് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് കെട്ടിട നമ്പർ നൽകി നഗരസഭ. നമ്പറിടാത്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിലും ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നതിലും പ്രതിഷേധം ഉയർന്നിരുന്നു. പുതിയ കെട്ടിടം 68 കോടി ചെലവിട്ട് 10 നിലകളിലായി. പോളണ്ടിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റായത് ചാത്തന്നൂർ മാടൻതട സ്വദേശി സനൽ. ചാത്തന്നൂർ സ്വദേശിയ യുവാവിൽ നിന്ന് പണം തട്ടിയെന്ന പരാതിയിലാണ് നടപടി. കോന്നി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നു. മഴയ്ക്ക് നേരിയ ശമനം. മുടങ്ങിയ കൊയ്ത്തും സംഭരണവും ഭാഗികമായി ആരംഭിച്ചു. രണ്ടാം കൃഷിയിറക്കിയ പാടശേഖരങ്ങളുണ്ടായത് വ്യാപക കൃഷിനാശം. എച്ച് സലാം MLA നേതൃത്വം നൽകുന്ന ജനസമ്പർക്ക പരിപാടി ജനസഭയ്ക്ക് തുടക്കം. പദ്ധതി ലക്ഷ്യമിടുന്നത് മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പരാതി പരിഹാര യജ്ഞം. മുണ്ടക്കയം പുല്ലകയാറ്റിൽ ചങ്ങാടമെത്തിയതോടെ പൂവഞ്ചി മാക്കുച്ച് നിവാസികളുടെ യാത്രാ ദുരിതം ഒഴിയുന്നു. കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിച്ചിരുന്ന വേലനിലം പൂവഞ്ചി തൂക്കുപാലം പ്രളയത്തിൽ തകർന്നതോടെയാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് ചങ്ങാടം നിർമ്മിച്ചത്. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലെ മരച്ചില്ലകൾ അപകട ഭീഷണി ഉയർത്തുന്നു. രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ മരത്തിലിടിച്ച് അപകടം പതിവെന്ന് പരാതി. വനംവകുപ്പ് ഇടപെടണമെന്ന് ആവശ്യം. മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രം മൃതസഞ്ജീവനി സെമിനാർ സംഘടിപ്പിച്ചു. എലിപ്പനി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെന്നി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ആലുവയിൽ ലഹരിമരുന്നു വേട്ട. കാറിൽ കടത്തി MDMA പിടികൂടി. 4 പേർ പിടിയിൽ. പോലീസിന്റെ പരിശോധന രഹസ്യ വിവരത്തെ തുടർന്ന്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ 2ാം റോ വെസൽ അറ്റകുറ്റപ്പണി തീർത്ത് സർവീസ് ആരംഭിച്ചു. യാത്രാ ദുരിതത്തിന് അറുതി. സേതുസാഗർ 2ന് തകരാർ സംഭവിച്ചത് കഴിഞ്ഞ മാസം 9-ന്. കനത്ത മഴയെ തുടർന്ന് കൂത്താട്ടുകുളത്ത് വീടിന്റെ മതിലിടിഞ്ഞു വീണു. പുത്തൻപുരയിൽ റബേക്ക മത്തായിയുടെ വീടിന് കേടുപാടുകൾ. സംഭവം ഇന്ന് പുലർച്ചെ. തൃശൂരിൽ നടന്ന അഖിലേന്ത്യാ പ്രസംഗ മത്സരത്തിൽ ഒന്നാമതെത്തി SH കോളേജ് വിദ്യാർത്ഥിനി ഫാത്തിമ ജസ്ര. ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ ടൗൺ ഹാളിൽ വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ പരിഗണിച്ചത് 92 പരാതികൾ. 28 പരാതികൾ തീർപ്പാക്കി. 61 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. അണ്ടർ-18 റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ പാലക്കാട് ടീമിന് സ്വീകരണം. ടീം അംഗങ്ങളെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ റഗ്ബി അസോസിയേഷൻ സ്വാഗതം ചെയ്തു. പാലക്കാട് യാത്രക്കാർക്ക് ശല്യമായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തോക്ക് ലൈസൻസ് ഉള്ള എംപാനൽ ടീം അംഗങ്ങളാണ് പുലർച്ചെയോടെ പന്നികളെ കൊന്നത്. ഫോറസ്റ്റ് റേഞ്ചർ അഭിലാഷ് നേതൃത്വം നൽകി. MSF പരുതൂർ പഞ്ചായത്ത് ക്യാമ്പയിന്റെ ഭാഗമായി ചുവടെന്ന പേരിൽ ലോഗോ പ്രകാശനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ട്രഷറർ MA സമദ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ മുങ്ങൽ വിദഗ്ധർക്ക് ലൈഫ് ജാക്കറ്റ് നൽകി വോയിസ് ഓഫ് പൈലിപ്പുറം കൂട്ടായ്മ. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതീദേവി, ഹസീന KP എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ ആക്രമണം. ജാർഖണ്ഡ് സ്വദേശിനിയായ പുഷ്പലത, കരുവാരക്കുണ്ട് സ്വദേശി അരുൺ എന്നിവർക്ക് പരുക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിലെ പുതിയ പാർക്കിംഗ് പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ടെർമിനലിന് മുന്നിൽ 3 മിനിറ്റിൽ കൂടുതൽ വാഹനം നിർത്തിയാൽ 500 രൂപ പിഴ. പുതിയ സമയപരിധിക്കുള്ളിൽ യാത്രക്കാരെ ഇറക്കി മടങ്ങാൻ കഴിയില്ലെന്ന് പരാതി. ആകെയുള്ള 4 സെന്റിൽ 3/4 സെന്റ് ഭൂമി കുടിവെള്ള പദ്ധതിക്ക് നൽകിയ ആയുഷമ്മയ്ക്ക് വീടൊരുക്കി ഒരു ഗ്രാമം. മുക്കം നഗരസഭയിലെ ചെറുതടം 4 സെന്റ് കോളനിയിലെ ആയുഷമ്മയ്ക്കാണ് ഗ്രാമം വീടൊരുക്കിയത്. ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ഞങ്ങൾ 1001 തൈകൾ നടുന്നുവെന്ന പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. താഴെ നെല്ലിയമ്പത്ത് വിദ്യാർത്ഥിനി ഉൾപ്പെടെ 4 പേർക്ക് നേരെ ഒറ്റയാന്റെ ആക്രമണം. ബൈക്ക് യാത്രക്കാരായ ശില്പ, പിതാവ് ശിവരാമൻ എന്നിവർക്ക് പരുക്ക്. നാട്ടുകാരും വനപാലകരും കാട്ടാനയെ പാതിരമ്പൻ കാടിനുള്ളിലേക്ക് തുരത്തി. വയനാട് മെഡിക്കൽ കോളേജിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബോയ്സ് ടൗണിൽ അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രഭരണം ഗുണ്ടായുസത്തിലൂടെയാണ് ദേവസ്വം പിടിച്ചെടുത്തതെന്ന് K സുധാകരൻ. സഹകരണ ബാങ്ക് പിടിച്ചെടുക്കുന്നത് പോലെ ക്ഷേത്രം പിടിച്ചെടുത്തത് എന്തിനെന്ന് CPIM വ്യക്തമാക്കണമെന്നും K സുധാകരൻ.
നെല്ലിയാട്ട് തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ പയ്യന്നൂർ നഗരസഭയും കൃഷിഭവനും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. പത്രവിതരണക്കാരുൾപ്പെടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്മരണകളുമായി ദീപശിഖ പ്രയാണം കാസർഗോഡ് നിന്ന് തുടങ്ങി. ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഹരിത കേരളം മിഷൻ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന പെൻ ഫ്രണ്ട് പദ്ധതിക്ക് തെക്കിൽപ്പറമ്പ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കം. വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. തങ്കയം താലൂക്ക് ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് അനുവദിച്ച ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് NGO യൂണിയൻ വാർഷിക സമ്മേളനം. സംസ്ഥാന കമ്മിറ്റി അംഗം L മായ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടാറ്റ ട്രസ്റ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. കാസർഗോഡ് നടന്ന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ചിമ്പു നായകനായി എത്തുന്ന പുതിയ ചിത്രം മാനാടിന്റെ പ്രീ റിലീസ് ട്രെയിലർ പുറത്ത്. സയൻസ് ഫിക്ഷൻ, ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രം വെങ്കട് പ്രഭുവാണ് സംവിധാനം ചെയ്യുന്നത്. കുഞ്ചാക്കോ ബോബൻ ചിത്രം ഭീമന്റെ വഴിയിൽ ആദ്യ ഗാനം പുറത്തിറക്കി. മുഹസിൻ ഫരാരിയുടെ വരികൾക്ക് വിഷ്ണു വിജയുടേതാണ് സംഗീതം. അഷ്റഫ് ഹംസിയാണ് സംവിധാനം. രമ്യ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രം പോലീസുകാരന്റെ മരണത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഉർവശി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ചിത്രമാണിത്. ഒരു ബൊഹീമിയൻ ഗാനം എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ടോം ഇമ്മട്ടിയാണ്. അമരാവതിയിലെ സംഘർഷഭരിതമായ ദിവസങ്ങൾക്ക് ശേഷം BJP പ്രവർത്തകർ നടത്തിയ റാലി എന്ന പേരിൽ വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. അമരാവതിയിലെ സംഘർഷഭരിതമായ ദിവസങ്ങൾക്ക് ശേഷം BJP പ്രവർത്തകർ നടത്തിയ റാലി എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രമാണിത്. യഥാർത്ഥത്തിൽ ഈ പ്രചാരണം വ്യാജമാണ്. 2019 ചിത്രമാണ്. കർണാടകയിലെ കൽബുർഗിയിൽ രാമനവമി ദിനത്തിൽ നടന്ന ആഘോഷങ്ങളുടെ ചിത്രമാണിത്. ഈ ചിത്രത്തിന് അമരാവതിയുമായി ബന്ധമില്ല. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആരിൻ ഖാനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ജാമ്യോത്തരവിലാണ് പരാമർശം. പാർലമെന്റിലേക്കുള്ള ട്രാക്ടർ മാർച്ചുമായി മുന്നോട്ടെന്ന കർഷക സംഘടനകൾ. മഹാപഞ്ചായത്തുകളും റാലികളും തുടരുമെന്ന് ക്രാന്തികാരി കിസാൻ യൂണിയൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്ക് നേരെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ അതിക്രമത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഈ മാസം 11-ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നടന്ന അതിക്രമ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇരു കൂട്ടർക്കുമെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് വിട്ടയച്ചിരുന്നു. കോവിഡ് ലോക്ഡൌണിനെതിരെ റോട്ടർഡാമിൽ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത് പോലീസ് നേരെ കല്ലെറിഞ്ഞും കാർ കത്തിച്ചും പ്രതിഷേധക്കാർ. സംഘർഷത്തിൽ 2 പേർക്ക് പരുക്ക്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി ഒഡീഷ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓഡിറ്റോറിയങ്ങളും തിയേറ്ററുകളും തുറക്കാൻ അനുമതി. തീരുമാനം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനെ തുടർന്ന്. ന്യൂസ് പൂർത്തിയാകുന്നു.